മിക്കവാറും എല്ലാ കാലാവസ്ഥയിലും നിറഞ്ഞു പൂത്ത് കിടക്കുന്ന ഓറഞ്ച് ടെക്കോമ, ഓറഞ്ച് ട്രംപറ്റ്, ഓറഞ്ച് ബെൽസ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സാധാരണയായി നമ്മുടെ നാട്ടിലെ ഗാർഡനിൽ കാണുന്നൊരു ചെടിയാണിത്. പക്ഷേ ഇതിൻ്റെ ഒരു പിങ്ക് കളറും യെല്ലോ കളറൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് കാണുന്നത്. ഈ ഒരു ചെടിക്ക് ഡബിൾ ഷെയ്ഡാണ്, ഒരു യെല്ലോയിഷും ഡീപ്പ് ഓറഞ്ചും ആയിട്ട് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിൽ ഇത് അതിമനോഹരമായിട്ട് പൂത്തിളങ്ങി കിടക്കുന്നുണ്ട്. അതുപോലെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇതിൻ്റെ ഒരു കുഞ്ഞു ചെടിയെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഇതിനെപ്പറ്റി അന്വേഷിച്ച് കണ്ടെത്തിയത്. ഇതിൻ്റെ വളർത്തുന്ന രീതിയെക്കുറിച്ച് നോക്കാം. ഫുൾ സൺ ഇഷ്ടപ്പെടുന്നത്, അതായത് 6-7 മണിക്കൂറോളം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് ചെടി വെച്ചതെങ്കിൽ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവും. പാർഷ്യൽ ഷെയ്ഡിലാണ് വെച്ചെങ്കിൽ എത്രയും പൂക്കളുണ്ടാവില്ല. ഒരു ലോ മെയിൻ്റനൻസ് ആയ ചെടിയാണിത്, അതുകൊണ്ട് ഈസിയായി വളർത്താൻ പറ്റും. എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ പോട്ടിലാണ് വയ്ക്കുന്നതെങ്കിൽ പ്രത്യേകിച്ചും എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇലകളും പൂക്കൾക്കും ഒക്കെ ഒരു ക്ഷീണം കാണും. വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളരും. കൂടാതെ ഇതിന് നീർവാർച്ചയുള്ള മണ്ണും ആവശ്യമാണ്. അത്യാവശ്യം ആരോഗ്യമുള്ള ചെടിയാണെങ്കിൽ ഇതിൽ സീഡ്സ് ഉണ്ടാകും. അപ്പം സീഡ്സ് ഉണ്ടായാൽ ഇത് പാകി പ്രൊപ്പഗേറ്റ് ചെയ്യാം. പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് സ്റ്റെം കട്ടിങ്ങിലൂടെയാണ്. സ്റ്റെം കട്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് മണ്ണിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ സ്റ്റെംസ് വെള്ളത്തിൽ മുക്കി വെച്ച് അതിന് റൂട്ട്സ് വന്നു കഴിഞ്ഞാൽ എടുത്ത് നമുക്ക് പ്ലാന്റ് ചെയ്യാം. നല്ല ഹാർഡ് സ്റ്റെമ്മാണിതിന്, പെട്ടെന്നൊന്നും നശിച്ചു പോവില്ല. കീടശല്യം വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ഒരു നീം ഓയിൽ സ്പ്രേയിലൊക്കെ നിൽക്കുന്ന വളരെ ചെറിയ തരത്തിലുള്ള കീടശല്യമേ ഉണ്ടാവാറുള്ളൂ. ഇതിന് പൂക്കൾ നിറയെ ഉണ്ടാവാൻ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഓരോ ഫ്ലവേഴ്സും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഫ്ലവേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗം കട്ട് ചെയ്യുക. പിന്നെ വർഷത്തിലൊരിക്കൽ ഡീപ്പ് പ്രൂണിങ് ചെയ്യുക. ഡീപ്പ് പ്രൂൺ ചെടി താഴ്ത്തി കട്ട് ചെയ്ത് ഒരില പോലും വെക്കാതെ നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് ബുഷിയാക്കി കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ നിറയെ പൂക്കളുണ്ടാവും. അപ്പം പ്രൂൺ ചെയ്ത് കൊടുത്താൽ നമ്മൾ നല്ല നൈട്രജൻ വളം, പ്രത്യേകിച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് വളർച്ചയ്ക്ക് പറ്റിയ ഫെർട്ടിലൈസറാണ്. അപ്പം പ്രൂൺ ചെയ്ത ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വെള്ളവും കൊടുക്കുക. പ്രൂണിങ് നമുക്ക് മഴക്കാലം ചെയ്യാം. മഴക്കാലം ചെയ്യുന്നതാണ് നല്ലത്. 3 മാസത്തിലൊരിക്കൽ സോഫ്റ്റ് പ്രൂണിങ്ങും ചെയ്യാം. ഡീപ്പ് പ്രൂൺ ചെയ്യാം, സോഫ്റ്റ് പ്രൂൺ ചെയ്യാം. പിന്നെ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഡെഡ് ഹെഡ്സ് കട്ട് ചെയ്ത് കൊടുക്കണം. ചെടി ഒരിക്കൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് ക്ലൈമറ്റിനെയും അത് സർവൈവ് ചെയ്യും. നിലത്ത് വെച്ചാൽ ഒരു കുറ്റിച്ചെടിയായി മാറും. ഒരു അത്യാവശ്യം ഹൈറ്റുള്ള ഒരു ചെറിയ മരം പോലെയൊക്കെ ആയിട്ട് വളരും. പോട്ടിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്ത് ബുഷിയാക്കി വളർത്തിയെടുക്കാം. നിറയെ പൂക്കൾ ഉണ്ടാവാനും ബെസ്റ്റ് ഡിസ്പ്ലേക്കും വേണ്ടി റെഗുലറായി ഫെർട്ടിലൈസർ കൊടുക്കണം. അതായത് 15 ഡേയ്സിലൊരിക്കലെങ്കിലും നമ്മൾ ജൈവവളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ചാണകം, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് പുളിപ്പിച്ചത്, എല്ലുപൊടി ഇതൊക്കെ കൊടുക്കുക. എല്ലുപൊടി ബെസ്റ്റ് വളമാണിതിന്. കൂടാതെ 19-19-19 വെള്ളത്തിൽ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. മഴയത്ത് വെച്ചാലും ഈ ചെടിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു ബെൽ പോലെയുള്ള ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഓറഞ്ച് ബെൽസ് എന്ന പേരുള്ളത്. ട്രംപറ്റ് ഷേപ്പായിട്ടുള്ള യെലോയിഷ് ഡീപ്പ് ഓറഞ്ച് കളർ ഫ്ലവറുള്ള ഈ ചെടിയുടെ ഇലകൾക്ക് എന്താ പറയണ്ട, ഒരു ഒലിവ് ഗ്രീൻ കളറാണ്. അപ്പം നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകളും. മറ്റ് ചെടികൾക്ക് കൊടുക്കുന്ന എല്ലാ വളവും ഇതിന് കൊടുക്കാം. അതായത് ബനാന പീൽ ഫെർട്ടിലൈസർ ആയാലും, എഗ്ഷെൽസ് ആയാലും, കിച്ചൺ വേസ്റ്റ് നീട്ടുന്ന ലിക്വിഡ് ആയാലും എന്തും കൊടുക്കാം. നമ്മളിതിനെ എങ്ങനെ പരിപാലിക്കുന്നോ അത്രയും ഫ്ലവേഴ്സ് ഇതിന് കിട്ടും. സൺലൈറ്റിൽ വെക്കണം എന്ന് മാത്രം. ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഹാപ്പി ഗാർഡനിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്.